കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്ന ഇന്നേക്ക് 30 വർഷം 1994 ഇതേ ദിവസമായിരുന്നു 5 പേരുടെ ജീവനെടുത്ത വെടിവെപ്പുണ്ടായത്. കഴിഞ്ഞ മാസം 28-നാണ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷിയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പുഷ്പൻ അന്തരിച്ചത്. പരിയാരത്ത് ആരംഭിക്കാൻ പോകുന്ന മെഡിക്കൽ കോളേജിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഡിവൈഎഫ്ഐ നടത്തിയ സമരത്തിലായിരുന്നു വെടിവെപ്പുണ്ടായത്. കേരളത്തിന്റെ സമര ചരിത്രത്തിൽ ജനകീയ സമരങ്ങൾക്ക് നേരെ പോലീസ് തോക്കുകളിൽ നിന്ന് ചീറിയ തീയുണ്ടകൾ ജീവനെടുത്ത അവസാന വെടിവെപ്പാണ് കൂത്തുപറമ്പിലേത്. ആ കാലത്തിന്റെ സമരവീര്യവും വേദനയും 1/4 നൂറ്റാണ്ട് സ്വന്തം ശരീരത്തിൽ പേറിയ പുഷ്പൻ വിടവാങ്ങിയത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 28-നാണ്. ഇന്ന് പുഷ്പനില്ലാത്ത ആദ്യ കൂത്തുപറമ്പ് ദിനം. റോഷൻ, ബാബു, ഷിബുലാൽ, രാജീവൻ, മധു അവർ 5 പേർക്കൊപ്പം ഒരർത്ഥത്തിൽ പുഷ്പനും രക്തസാക്ഷികളുടെ പട്ടികയിലേക്ക് കൂടിച്ചേർന്നതിന് ശേഷമുള്ള ആദ്യത്തെ രക്തസാക്ഷി അനുസ്മരണ ദിവസം. 86-ലെ ബദൽ രേഖ ഉയർത്തിയ കൊടുങ്കാറ്റിന് പിന്നാലെ MV രാഘവൻ CPIM-ൽ നിന്ന് പുറത്തായി സ്വന്തം പ്രസ്ഥാനം കെട്ടിപ്പടുത്ത് UDF-ൽ ചേർന്ന് പാർട്ടിയുടെ കണ്ണിലെ കരടായി മാറിയ കാലം. K. കരുണാകരന്റെ മന്ത്രിസഭയിൽ സഹകരണ മന്ത്രിയായിരുന്ന MVR കൂത്തുപറമ്പ് അർബൻ ബാങ്കിന്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ദിവസത്തെ സംഘർഷമാണ് കൂത്തുപറമ്പ് വെടിവെപ്പിൽ കലാശിച്ചത്. പരിയാരത്ത് തുടങ്ങാനിരുന്ന മെഡിക്കൽ കോളേജിന്റെ ഉടമസ്ഥാവകാശം സർക്കാരിൽ നിന്ന് മാറ്റി ഒരു ട്രസ്റ്റിന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള മുഖ്യമന്ത്രി K. കരുണാകരന്റെയും MVR-ന്റെയും ശ്രമത്തിനെതിരെയായിരുന്നു ആ സമരം. മന്ത്രിക്കെതിരെ കരിങ്കൊടി കാട്ടാൻ ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുന്നു. ആ സമരം സംഘർഷത്തിൽ കലാശിച്ചു. MVR-ന്റെ ജീവൻ അപകടത്തിലാണെന്ന് പോലീസ് റിപ്പോർട്ടിങ്ങിനെ തുടർന്ന് ഉന്നതാധികാരികൾ വെടിവെക്കാൻ ഉത്തരവിട്ടു. ഡിവൈഎഫ്ഐ നേതാവ് C. ബാബു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷിബുലാൽ, KK രാജീവൻ, മധു, റോഷൻ എന്നീ ചെറുപ്പക്കാർ വെടിയേറ്റു രക്തസാക്ഷികളായി. 1996-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിൽ മത്സരിച്ച MVR-നെ കവി കടമ്പനിട്ടയെ നിർത്തി CPIM തോൽപ്പിച്ചു. നായനാർ മന്ത്രിസഭ അധികാരത്തിലെത്തിയപ്പോൾ കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ MVR-നെ അറസ്റ്റ് ചെയ്തു. 3 പതിറ്റാണ്ടിൽ പിന്നെ എന്തെല്ലാം ഉണ്ടായി? അവസാന കാലത്ത് MVR-നോടുള്ള പാർട്ടിയുടെ സമീപനം മാറി. CPIM-നോട് അടുക്കാൻ MVR-ഉം ആഗ്രഹിച്ചു. രോഗശയ്യയിലായ MVR-നെ പിണറായി വിജയൻ സന്ദർശിച്ചു. അന്തരിച്ചപ്പോൾ CPIM നേതാക്കളെത്തി അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. MVR കെട്ടിപ്പടുത്ത CMP പലതായി വിഘടിച്ച് ചിതറി. ഒരു ഭാഗം CPIM-ൽ തന്നെ ലയിച്ചു. മാധ്യമപ്രവർത്തകനും MVR-ന്റെ മകനുമായ MV നികേഷ് കുമാർ പാർട്ടിയോടടുത്തു. 2016-ൽ നികേഷ് അഴീക്കോട് CPIM സ്ഥാനാർത്ഥിയായി. MVR അനുസ്മരണം CPIM നേരിട്ട് സംഘടിപ്പിക്കാൻ തുടങ്ങി. ഒടുവിൽ പുഷ്പൻ വിടവാങ്ങിയപ്പോൾ നികേഷ് കുമാർ എത്തി മുഷ്ടി ചുരുട്ടി അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. വെടിവെപ്പ് ദിവസം കൂത്തുപറമ്പിലെ അന്തരീക്ഷം വഷളാകാനുള്ള സാധ്യത മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ മന്ത്രിയെ വിവരമറിയിച്ചുവെന്നും അതവഗണിച്ച് MVR അവിടെ എത്തിയെന്നുമാണ് ഒരു പക്ഷം. എന്നാൽ സംഘർഷമുണ്ടാക്കാനുള്ള സമരക്കാരുടെ പദ്ധതി തനിക്കും സർക്കാരിനും അറിയില്ലായിരുന്നുവെന്നാണ് MVR ആത്മകഥയായ ഒരു ജന്മത്തിൽ കുറിച്ചത്. കേരളത്തിന്റെ സമര ചരിത്രത്തിലെ ചോര പുരണ്ട ഒരു അധ്യായമാണ് നവംബർ 25. കാലം സാക്ഷി, ചരിത്രം സാക്ഷി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.